ഹായ് ഹലോ. അപ്പം ഞമ്മ ഇന്ന് വന്നിട്ടുള്ളതില്ലേ ഒരു വിസ്മയ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് നമ്മൾ വിസ്മയൊക്കെ വിട്ടതാണ്. ഒരു ബസ് 46 സീറ്റിന് ഒരു ബസ് ബുക്കാക്കി. നമ്മൾ അങ്ങനെ ബസ്സിലാണ് നമ്മൾ പോകുന്നുള്ളത്. തെറവിക്ക ഫാമിലി, ചേരൂർന്ന് തെറവിക്ക ഫാമിലിൻ്റെ ട്രിപ്പാണ് ഇത്. അപ്പോൾ ബസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ബസ് ചേരൂർന്നാണ് വിട്ടത്. നമ്മൾ ചട്ടഞ്ചാലിന് കയറിയതവ. അങ്ങനെ ബസ് വിട്ടിട്ടുണ്ട്. ബസ്സിൽ ആൾ കയറിയിട്ടാകുമ്പോൾ തന്നെ തുടങ്ങിയിട്ട് പാട്ടും കളിയും കുത്തും. അങ്ങനെ നമ്മൾ അനുവാന്നവ കണക്കെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തത്. ഓന് കണക്കിൽ തന്നെയാണ് എല്ലാം റെഡിയാക്കുന്നതും സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു അവന്. അങ്ങനെതാ പാട്ട് വെച്ചിട്ടാകുമ്പോൾ എല്ലാവരും തുള്ളാൻ കഴിഞ്ഞ് ബാഗും അത് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പാട്ട് വെക്കുമ്പോൾ തന്നെ എല്ലാവരും റെഡിയാവി തുള്ളാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ. അതിൽ കുറച്ച് വലിയ ആളായിട്ടുണ്ടായത് റെയിമാപ്പ ഉണ്ടായിരുന്നത്. റെയിമാപ്പ പിള്ളേരെയും കാട്ടായിട്ട് തുള്ളാൻ കഴിഞ്ഞ പാട്ട് വെക്കുമ്പോൾ എന്തപ്പോൾ കളിച്ചേന്ന് പറഞ്ഞിട്ടാപ്പം. അപ്പോൾ ഫുള്ള് വൈബിൽ തന്നെ ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും കൂത്തുമായിട്ട്. പിന്നെ നമ്മളെ പിള്ളമാരുണ്ടെങ്കിൽ എന്ത് ചോദിക്കണ്ട, ഓർക്ക് പാട്ടും കളിയെന്ന് പറഞ്ഞാൽ അത് കഴിച്ചിട്ടേ ഉള്ളൂ. ഓർക്ക് ബാക്കിയെല്ലാം ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ കൂട്ടത്തിലൊന്നും ആരും ഉണ്ടായിട്ടാ. അയ്യോന് കണക്ക് നോക്കുന്ന തന്നെ ഉണ്ടാവേ. മാഷാ അല്ലാ, ഇത് കഴിച്ചിട്ടേ എനിക്ക് ബാക്കിയെല്ലാം ഉണ്ടായിട്ട് അതിനെല്ലാം ഓന് മാത്രം. അങ്ങനെ പോകുന്ന സൈഡിൽ നല്ലൊരു പോയിൻ്റ് വൈബ് കണ്ട അതിൻ്റെയും കൂടി വീഡിയോ എടുത്ത ഞാൻ. പിന്നെ ഞാൻ വിട്ടുകൊടുത്തു ഒരു ഡാൻസ് കളിക്കട്ടെ, അല്ല അങ്ങ് നടക്കലാന്ന് വെച്ച് ഒരു വിടുന്നേരെ ഡാൻസ്. വിസ്മയൊക്കെ എത്തിയിട്ട് എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്. ഓരോരാളെ ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഒരാളെ പേരെണ്ണീട്ട് പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്നിട്ട് എല്ലാവരും തലയെണ്ണാങ്ങിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മിസ്സായി പോകണ്ടാന്ന് വെച്ചിട്ട് 41 ആളുണ്ടായിരുന്നു ഞങ്ങളെ ബസ്സിൽ, പിള്ളേരും വലിയ ആളെല്ലാമായിട്ട്. പിന്നെ അങ്ങനെ പുറത്തെല്ലാം ഇറങ്ങിയിട്ട് എല്ലാവരും കായ് അയച്ചത് പഴംപൊരി, അങ്ങനെ ഉണ്ണിയപ്പം, പഴംപൊരി, മഞ്ഞച്ചപ്പലപ്പം, കൽത്തപ്പം, അങ്ങനെ എല്ലാവരും രാവിലെ ആരും ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. വെറും ചായ മാത്രം കുടിച്ചിട്ട് വന്ന്. അങ്ങനെ ഓരോരാളെ ഓരോന്നേ കൊടുത്തിട്ടുണ്ടായിന്. പൈക്കുന്ന ആളെല്ലാം ഓരോന്ന് തിന്നുമല്ലോ. കുറച്ച് ആൾക്കാരെല്ലാം കുഴങ്ങി പഴം, പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ എന്തെല്ലാം എല്ലാവരും കൊടുത്തിട്ടുണ്ടായിന്. ബസ്സിലേക്ക് ഓരോർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ടായിന്. ഞാൻ പഴംപൊരി ആക്കിയിട്ട് എടുത്തത്, ഉണ്ണിയപ്പം അതെന്തെല്ലാം ഓരോരാൾ ഓരോന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ആരും കൊണ്ടാണ്ട് നിന്നിട്ടാണ് എല്ലാവരും പൊളിസാക്കിന്ന് പറഞ്ഞാൽ ഇതിനെ കാട്ടി പൊളിസാക്കാൻ ഉണ്ടായിട്ട് അത്രയ്ക്ക് പൊളിസാക്കിന്. നമ്മൾ സിംഗിളായിട്ട് പോകുമ്പോഴൊക്കെ ഈ പൊളിസൊന്നും നമുക്ക് കിട്ടാല്ല. എല്ലാവരും ഒന്നിച്ച് പോകുമ്പോഴുള്ള വൈബൊന്നും എപ്പോൾ കിട്ടാല. അങ്ങനെ ഒരാളെന്നല്ല എല്ലാവരും പൊളിസാക്കിന്. പിന്നെ ഈ വാട്ടർ തീം പാർക്കിൽ പിള്ളേർക്ക് മെയിനായിട്ട് പൊളിസാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതന്നെ തിരഞ്ഞെടുത്തത്. വേറെ അടി പോകാണ്ട് കുറേ പ്രാവശ്യം പോയ ആളുണ്ടായിന്, ഒരു പ്രാവശ്യം പോയ ആളുണ്ടായിന്, ഒരിക്കൽ പോകാത്ത ആളുണ്ടായില്ലേ. എന്നാലും ആ ഒരു വൈബ് തന്നെ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തതാണ്. രാപ്പാൻ്റെ ചെറിയ കുഞ്ഞവ 2 മാസമായ കുഞ്ഞിനെയും കൊണ്ടാണ് പോയത്. കുഞ്ഞിനെ വാക്കറെല്ലാം എടുത്തിട്ട് തന്നെ വന്നിട്ടുണ്ടായിന്. അങ്ങനെ ബാഗെല്ലാം എടുത്തിട്ട് എല്ലാവരും പുറത്തിറങ്ങിയവ. പിന്നെ നമുക്ക് സ്നാക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം, കായസെല്ലാം അതെല്ലാം എല്ലാവരും ബാണ്ടെല്ലാം തിന്നോന്ന് പറഞ്ഞിട്ടെല്ലാം ഒരാൾ ബാണ്ടതെല്ലാം എടുക്കുന്ന തിന്നുന്നെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ താഴോട്ട് പോയി, അല്ലെങ്കിൽ ലേറ്റ് ആവണ്ടാന്ന് വെച്ച സമയം 10:45 ഇപ്പം. അങ്ങനെ എല്ലാവരും താഴെ പോയിട്ട് പിന്നെ ബാത്റൂമിൽ പോകുന്ന ബാത്റൂമിൽ പോയിക്കോന്ന് പറഞ്ഞ് അങ്ങനെ അളവെടുക്കാനും അവിടെല്ലാം ഞങ്ങൾ ഓൾറെഡി മുന്നേ ബുക്കിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നവ അവിടെ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അളവെടുക്കുന്ന അളവെടുത്ത് 3.5 ഫീറ്റ് 4.5 ഫീറ്റ് അങ്ങനത്തെ എന്തോ കണക്കൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാം സെറ്റാക്കി എടുക്കാൻ കുറേ ടൈം എടുത്തിനവ. പിള്ളേർ ഒന്നിനെ കിട്ടുമ്പോൾ ഒന്നിനെ കിട്ടുന്നില്ല, ഓരോ സൈസിലുള്ള പിള്ളേർ ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അളവെല്ലാം എടുത്തിട്ട് ഒരു
കരാറിൽ ഒപ്പിടണമല്ലോ ഇത്രയുള്ള ആൾക്കാരുള്ളിൽ കയറിയെന്ന്. അങ്ങനെ സൈനെല്ലാം ചെയ്തിട്ട് എല്ലാവരും അല്ലേ ഒന്ന് ഉള്ളിലേക്ക് പോയി. പിന്നെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സിങ് റൂമിലേക്കാണ് പോയത്. എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി. നിങ്ങൾ വലിയൊരു കബോർഡ് തന്നെ എടുത്തിട്ടുണ്ടായിന്, ആണുങ്ങൾക്കൊന്ന് പെണ്ണുങ്ങൾക്കൊന്നിട്ട് പറഞ്ഞ്. അല്ലാണ്ട് പിന്നെ ചെറുതെടുത്തങ്ങ് ബുദ്ധിമുട്ടാണ്ട് വെച്ചിട്ട് എല്ലാവർക്കും ഒന്നിലേക്ക് തന്നെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ടായിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് നേരെ താഴേക്കിറങ്ങിയിട്ട് നമ്മൾ പിള്ളമാർക്ക് വെള്ളത്തിൽ കളിക്കുന്ന തന്നെ ഭ്രാന്ത്. ഞമ്മ പറഞ്ഞു അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ കഴിയില്ല, ഫസ്റ്റ് റൈഡിൽ പോകാൻ. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ റൈഡിലേക്കാണ് പറഞ്ഞത്. അപ്പോൾ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അത് കുറച്ച് പിള്ളേഴ്സ് എല്ലാം ഇരുന്നിട്ട് ആടി. ഞാനും ഇരുന്നിട്ട് ആടിയിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നു. പിള്ളമാരെല്ലാം ഇരുന്നിട്ട് ആടി ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ. അപ്പോൾ പറയാൻ ലേറ്റ് ആവും, വെറുതെ സമയം വേസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ഞമ്മ നേരെ എല്ലാവരും ഉള്ളിലേക്ക് വരുന്നത്. ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് താഴെ ഇറങ്ങിയിട്ട് റൈഡിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. റൈഡിലേക്ക് പോയില്ലാന്ന് അടിക്കില്ലാന്ന് വിചാരിച്ച് പിള്ളമാർ വെള്ളം കാണുമ്പോൾ അതിലേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞമ്മ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞമ്മ പിന്നെ പൂളിലേക്കെല്ലാം ഇറങ്ങുന്നത്. റൈഡിനാടിപ്പാങ്ങോ പൂളിനാടിപ്പാങ്ങോ റൈഡ് എന്ന് പറയുന്നത് ആ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പിള്ളേർക്കെല്ലാം എൻജോയ് ആക്കാൻ വേണ്ടി കഴിഞ്ഞു. കാരണം കുറേ പിള്ളേരുണ്ടല്ലോ, പിള്ളേർക്ക് പൊൾസ് ഓണായി. അതുപോലെ ആണ് പെണ്ണുകുട്ടികൾ ഞങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും പൊൾസ് ഇതൊരു ചെറിയ 10 വയസ്സിൻ്റെ അങ്ങനത്തെ പിള്ളേർക്കുള്ള റൈഡവേ. ഈലെല്ലാം വരുന്ന് അതിൽ കുറച്ച് അപ്പുറത്തേലിരുന്ന് എന്നും വിട്ടിട്ട് പിള്ളമാർക്ക് ഓർക്കൊരു ബാനേ നിറഞ്ഞിട്ടുണ്ടായിട്ടാ. അത്ര എല്ലാത്തിലും എൻജോയ് ആക്കിയവേ. അടുത്ത സ്റ്റാഫാണെങ്കിലും നല്ല ആൾക്കാരോട് നല്ലൊരു ഇതുണ്ടായിനവേ. ചൊടിയെ അങ്ങനത്തെ ഒന്നും ഓർക്കുണ്ടായിട്ടാണ്. നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫാണ് അടുത്തെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നല്ല ഇഷ്ടപ്പെട്ടിന്. എന്ത് പറഞ്ഞെങ്കിലും ഗുഡ് വൈബാണ് എന്ന് പറയാം. അങ്ങനെ ഓറ് പെണ്ണു പിള്ളേർക്ക് എന്ത് ചോദിക്കണ്ടാവും. ആണ് പിള്ളേരുടെ എന്ത് കുറവൊന്നും ഉണ്ടായിട്ടാ ഈ പെണ്ണു പിള്ളേരൊന്നും. ഓറും എല്ലാത്തിലും ഓറന്നെ പോയിരിക്കുന്നു. നമ്മളെ വെയിറ്റ് ആക്കിയിട്ടല്ല അതിലിരിക്കാനൊക്കെ കാരണം. ഓറന്നെ അപ്പുറം ഇപ്പുറം പോയിട്ട് എല്ലാത്തിലും ഓറന്നെ കയറിയിട്ടിരുന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ കയ്യിൽ കയറിയിരുന്നിട്ട് കാണുന്ന ഓറന്നെ. അങ്ങനെ ഇതാ ഇപ്പോൾ പിന്നെ ഒരു റൈഡ് ഉണ്ടായിന്. അത് റൈഡ് മീൻസ് കുറേ ക്യൂ ഉണ്ടായിന്. പാട്ടും കളിയും എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചോദിക്കണ്ട. അതിൽ കുറച്ച് മുഞ്ചുള്ള പെണ്ണ് പിള്ളേരുണ്ടായി. ഇവർക്ക് പൊളിസ് റീമാപ്പാവും ടീമോ അതിലുണ്ടായിരുന്നത്. യോറ് പൊളിസാക്കി റബ്ബ. അങ്ങനെ ഓറ് പൊളിസാക്കുന്ന നടത്തി ഞാൻ
കുറേ സമയം വെയിറ്റ് ആക്കിയിട്ട് ഞങ്ങൾ 3Dൻ്റെ ഉള്ളിലേക്ക് കയറിയത്. 3D വലിയ പാങ്ങൊന്നുണ്ടായിട്ടാവേ. പിന്നെ വെയിറ്റ് ആക്കിയിട്ട് കയറിയിട്ട് പിന്നെ പാങ്ങിൽ നമ്മൾ ഇറങ്ങാനില്ല. നമുക്ക് എത്ര പാങ്ങുണ്ടല്ലാതിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. 3D വലിയ പോരാ, ബാക്കിയെല്ലാം സൂപ്പർ. ബിരിയാണി സാദാ മീൽസ് വണ്ണാക്ക് അങ്ങനെ അപ്പം ഞാൻ ബിരിയാണി എടുത്തത്. സൽമ ജമ്മൂറിലും സാദാ റൈസ്, അത് നല്ല രസമുണ്ടായിരുന്നവ. അങ്ങനെ പുള്ളന്മാരിലും കുറേ ആൾ ബിരിയാണി, കുറേ ആൾ മീൽസ് അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡാവേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ പൂളിൻ്റെ അടുത്തേക്കാണ്, വാട്ടർ തീം പാർക്കിലേക്കാണ് നമ്മൾ നേരെ പോയത്. ഹോട്ടലിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ പോകുമ്പോൾ കുറേ ഏകദേശം പകുതിയും കളിച്ചിട്ടായി. ഫുഡ് കഴിച്ചത് ആ സമയം കണ്ട് 2:30 മണിയാണ്. ഫുഡ് കഴിച്ചിട്ട് അവർ നേരെ പോയത് അങ്ങോട്ടേക്കാണ്. ഞങ്ങൾ കുറച്ച് റൈഡിലേക്ക് പോയി. തരുന്നില്ലല്ലോ. മുഖം തായാക്ക് പറയുന്നില്ല. അന്ന് ആർക്കോ എന്തോ കളിയാടെ അതിനെ പൊളിച്ചേ. റീമാമൊക്കെ നല്ലൊരു പണി കൊടുത്താണ് ഫുള്ള് വെള്ളത്തിലാക്കി വഴിപാക്കുമ്പോഴേക്ക് ആമക്ക് ശരിയായിട്ട് അങ്ങനെ ആമക്ക് ഒരു വെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റാളിൽ നിന്ന് തന്നെ എല്ലാവരും ഓരോരോ ഗ്ലാസ് ചായ മേറ്റ് കുടിച്ചിട്ട് എല്ലാവരും ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല. ഞമ്മ അടുത്തൊക്കെ കണ്ടാളെ കുടിച്ചാന്ന് എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട. കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആരും നേരെ കാണുന്നുണ്ടായിട്ട. നമുക്ക് വൈകുന്നേരം ആവാന്ന് എല്ലാവരും ഒന്നിച്ച് കിട്ടുന്നത്.
പിന്നെ മേയാകും ഉണ്ടാവും ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് മതിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിടുന്നില്ല എന്താ വെച്ചാൽ ഒരാൾ താഴെക്കാണ്ട് മുകളിൽ കളിക്കുന്നുണ്ടാവും. പക്ഷേ ഓനതൊന്നും നോക്കിയിട്ടാണ് ഈ ജാറങ്ങളൊന്ന് കളിച്ചതാണ് ഇന്നത്തെ കളിച്ചെന്ന് പറയുന്നത് 6 മണിയായിട്ട് ഓഫാക്കുന്നത് ഓന് വരുന്ന വിശ്വസിക്കില്ല. വെള്ളത്തിൽ കളിയെന്നുള്ള പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി. ബസ്സിൽ കയറിയിട്ടേറ്റും ആർക്കും ഒരു മടുപ്പുണ്ടായിട്ടവേ ഒരു സൈഡൊന്നും ആരുമായിട്ട് ബസ്സിൽ കയറിയിട്ട് ഒരു തുള്ളാൻ എന്നെ കിഞ്ഞിനവേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടിട്ടില്ല. പിന്നെ വിടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഫുഡിന് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. ഷവായിക്ക് പിന്നെ കുബൂസ് റുമാ റൊട്ടി അങ്ങനെ റൊട്ടി അങ്ങനത്തെ എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. ഇത് മടിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കാഞ്ഞങ്ങാട് മടിയനില്ലാന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് ആടുന്ന് ഫുഡ് കഴിച്ചാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് സെറ്റാക്കി 40-41 ആക്കുള്ള സീറ്റും ഒരു ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. ഞങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് പിള്ളമാരുടെ സൈഡ് ഇങ്ങനെ എല്ലാം ഫുൾ ഒന്നിച്ചായിട്ടിരുന്ന് അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട്. നല്ല ഫുഡായിരുന്നു അടുത്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. അടുത്ത ഷവായി കുബൂസ് റൊട്ടിയെല്ലാം നല്ല ഇഷ്ടമായിന്. അങ്ങനെ എല്ലാവർക്കും ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് എല്ലാവരും കഴിക്കാൻ തുടങ്ങിയവ. അങ്ങനെ ഫുഡ് മൈനസല്ല കറിയെല്ലാം കോരിയിട്ടിടുന്ന പോലെ അന്നൂറ് മൈനസെല്ലാം തന്നിട്ടുണ്ടത്. അത്രക്കൊന്നും എല്ലാവരും പ്ലേറ്റ് കാണുമ്പോൾ അറിയാം. ഓരിങ്ങനെ ബാണാഴ്ച ഇങ്ങനെ കോരിയിട്ടിട്ട് തന്നെയാണ് എല്ലാവർക്കും വേറെ വേറെ തന്നെ. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡാണ് അവിടുത്തെ. ഫുഡ് കഴിക്കുന്ന ആളുണ്ടല്ലേ നാട് പോയിട്ട് കഴിച്ചോ, അത്ര ടേസ്റ്റ് ഉണ്ടോട്ട് പറഞ്ഞത് കണ്ട. നമുക്ക് മൈനസ് ഇട്ടിരുന്ന കണ്ട അങ്ങനെയാണെന്നൊരു മൈനസ് നമുക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അങ്ങനെ ആണുങ്ങളെല്ലാം കുറച്ചപ്പുറം മാറിയിരുന്നപ്പോൾ അവിടെ നമ്മുടെ സ്പേസ് കുറച്ച് കുറവുണ്ടായിന്. അങ്ങനെ ഓർ ഫുഡ് കഴിക്കുന്ന ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഓർ എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തേക്ക് പോയിനവേ. പക്ഷെ അവരൊന്നും ഓർഡർ ആക്കിയിട്ടാ അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയവ ബസ്സിലേക്ക് പോയി. ബസ്സിലേക്ക് എത്തിയിട്ടും യോറെ കളി തീർന്നിട്ടാവേ. പൊളിച്ചാക്കി എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ വന്നിട്ട് വെനയായിട്ടാകുമ്പോൾ അങ്ങനെയല്ലോ അല്ലേ, ഒരു സൈഡ് ആവലുണ്ട് കിടന്നുറങ്ങലുണ്ട്. അതൊന്നും യോർക്കുണ്ടായിട്ടാവേ. അങ്ങനെ പൊരക്കെല്ലാം എത്തിയതാ എല്ലാം കിടന്ന്